പലതരത്തിലുള്ള ബിസിനസ്സുകളെക്കുറിച്ച് പലരും പറയാറുണ്ട്. ഓരോ ദിവസവും നമ്മൾ പല പുതിയ ബിസിനസ്സുകളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ജോലി ചെയ്യുന്നവർ ചിന്തിക്കാറുണ്ട്, ജോലി ഇല്ലാത്തവർ ചിന്തിക്കാറുണ്ട്, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കാറുണ്ട്. പക്ഷേ ബിസിനസ്സിനെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെയിൽസ്. നമുക്ക് വരുമാനം കിട്ടുന്നതാണ് അതിൻ്റെ അകത്തെ വിഷയം. കട കുറേ മോടി പിടിപ്പിച്ചിട്ട് കാര്യമില്ല, കുറേ ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ അതിനകത്ത് കുത്തി നിറച്ചിട്ട് ഒരു കാര്യമില്ല. ഏത് ബിസിനസ്സാണ് വിജയിക്കുക, ഏത് ബിസിനസ്സാണ് തോൽക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ ക്യാപ്ഷനിൽ കണ്ടിരിക്കുന്നത് തോൽക്കാൻ സാധ്യതയില്ലാത്ത 3 തരത്തിലുള്ള ബിസിനസ്സുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന്, എഞ്ചിനീയറിംഗ് കോളേജിന് മുമ്പിലുള്ള ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉൾപ്പെടുന്ന ഒരു കട. 2, ജിമ്മിന് മുമ്പിലുള്ള ഒരു മുട്ട കട. 3, കോർപ്പറേറ്റ് ഓഫീസിന് മുമ്പിലുള്ള ചായയും സിഗരറ്റ് വലിക്കുന്ന ഒരു കടയും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകളൊന്നും ഒരിക്കലും തോൽക്കില്ല. കാരണം ഇത് ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിന് മുമ്പ് ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറയുമ്പോൾ ഫോട്ടോസ്റ്റാറ്റ് ഇല്ലാതെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കില്ല. കാരണം എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഫോട്ടോസ്റ്റാറ്റ് നിരന്തരമായി എടുക്കേണ്ട സാഹചര്യമുണ്ട്. ജിമ്മിന് പോകുന്ന ആളുകൾ എപ്പോഴും അവരുടെ ആരോഗ്യത്തിനെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരുമാണ്. അതുകൊണ്ട് മുട്ട മസിലിൻ്റെ വലുപ്പത്തിന് വളരെ അത്യന്താപേക്ഷിതമായതുകൊണ്ട് മുട്ട ചൂടപ്പം പോലെ ചിലവാകും. അത് പുഴുങ്ങിയ മുട്ടയാണെങ്കിലും ഓംലെറ്റ് ആണെങ്കിലും ബുൾസൈ ആണെങ്കിലും അത് ചിലവാകും. പിന്നെയുള്ളത് നമുക്ക് കോർപ്പറേറ്റ് ഓഫീസിന് മുമ്പിലുള്ള ചായ സിഗരറ്റ് കടയാണ്. അത് കോർപ്പറേറ്റ് ഓഫീസ് ആയതുകൊണ്ട് അവിടെ പൈസയ്ക്ക് പഞ്ഞമില്ല. ചായ കുടിക്കാൻ അവർ പുറത്തേക്ക് വരും, സിഗരറ്റ് വലിക്കാനും പുറത്തേക്ക് വരും. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സുകളായിട്ടാണ് നമുക്ക് കണക്കാക്കുന്നതെങ്കിലും അതിന് വോളിയം വളരെ കൂടുതലാണ്. ഇപ്പോൾ ചായക്കട നടത്തേണ്ടതുപോലെ നടത്തിക്കഴിഞ്ഞാൽ എന്ത് വലിയ ബിസിനസ്സാണ്. അത് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു 100-500 പേര് ഒരു ദിവസം വരികയാണെങ്കിൽ വൻ ബിസിനസ്സാണ്. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. 10ാം ക്ലാസ് തോറ്റായാലും 4ാം ക്ലാസ്സും കുസ്തിയാണെങ്കിലും അത് നടത്താൻ പറ്റും. അപ്പോൾ ഇത് പ്രായോഗികമായിട്ടുള്ള ബിസിനസ്സിൻ്റെ ഓരോ ചെപ്പടി വിദ്യകളാണ്.